ഇവിടെ കേരളത്തിലെ പ്രത്യേക സാഹചര്യം എടുത്ത് പരിശോധിച്ച് നോക്കി, എങ്ങനെ മുന്നോട്ട് പോകും മനുഷ്യൻ, എങ്ങനെ ജീവിക്കും, ഏത് മനുഷ്യൻ ജീവിക്കാൻ പറ്റും പറ. മനസ്സമാധാനത്തോടെ നിങ്ങളെ ചാനലുകാർ തന്നെ മനസ്സമാധാനത്തോടെയാണ് ജോലി ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ചു. സ്വസ്ഥത നഷ്ടപ്പെട്ടില്ലേ, ആത്മഹത്യ പെരുകയില്ലേ, റേഷനരിക്ക് പോലും വില വർദ്ധിപ്പിക്കുന്ന നാണം കെട്ടവന്മാരുടെ പറയണം. നമസ്കാരം. നമസ്കാരം. കേരള രാഷ്ട്രീയത്തില് ഇരു മുന്നണികളിലും നിൽക്കുമ്പോഴും ഒരു ഒറ്റയാൾ പട്ടാളമായിരുന്നു ശ്രീ പി സി ജോർജ്. ആ പി സി ജോർജ് ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയിൽ ഒരാളായി മാറിയിരിക്കുകയാണ്. ജനപക്ഷം അങ്ങനെ BJP-യിലേക്ക് ചേർന്നിരിക്കുകയാണ്. അതെ. അപ്പോൾ മറ്റ് രണ്ട് മുന്നണികളിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. എനിക്കല്ലല്ലോ നഷ്ടപ്പെട്ടു, കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടല്ലോ. പിന്നെ ഇപ്പം എൻ്റെ കാര്യം പറയണ്ടല്ലോ. മനസാക്ഷിയുള്ള ഒരുത്തർക്കും LDF ആകാൻ കഴിയില്ല, UDF ആകാൻ കഴിയില്ല. രണ്ടും പണ്ട് കാലത്ത് ഒരു നാണയത്തിന് രണ്ട് വശങ്ങളാണ്. ഇപ്പം അങ്ങനെ രണ്ട് വശമല്ല, ഒരേ നാണയത്തിന് ഒരു വശം രണ്ടും. പണ്ട് കാലത്ത് ഒരു നാണയത്തിന് രണ്ട് വശങ്ങളാണ്, തെറ്റാണ്. LDF UDF ഒരു നാണയം തന്നെ, ഒരു നാണയത്തിൻ്റെ ഒരു വശം തന്നെ രണ്ടും. പിന്നെ പറഞ്ഞിട്ടെന്നെ കാര്യം. ഇവിടെ കേരളത്തിലെ പ്രത്യേക സാഹചര്യം എടുത്ത് പരിശോധിച്ച് നോക്കി, എങ്ങനെ മുന്നോട്ട് പോകും മനുഷ്യൻ, എങ്ങനെ ജീവിക്കും, ഏത് മനുഷ്യൻ ജീവിക്കാൻ പറ്റും പറ. മനസ്സമാധാനത്തോടെ നിങ്ങളെ ചാനലുകാർ തന്നെ മനസ്സമാധാനത്തോടെയാണ് ജോലി ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ചു. സ്വസ്ഥത നഷ്ടപ്പെട്ടില്ലേ, ആത്മഹത്യ പെരുകയില്ലേ, റേഷനരിക്ക് പോലും വില വർദ്ധിപ്പിക്കുന്ന നാണം കെട്ടവന്മാരുടെ പറയണം. ഇപ്പോഴത്തെ കടം എത്ര? 4,50,000 കോടി രൂപ കടമാണ് കേരളം. ഒന്ന് ആലോചിച്ച്. ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യം, മോദി എന്ന് പറയുന്ന വലിയ നേതാവിൻ്റെ നേതൃത്വത്തിൽ ലോകത്തിലെ സാമ്പത്തിക രംഗത്ത് 3ാം ശക്തിയെ മാറിക്കൊണ്ടിരിക്കുക. ഇപ്പം സാമ്പത്തിക രംഗത്ത് 5ാമത്തെ രാഷ്ട്രമാണ് ഇന്ത്യ. അത് 3ാം രാഷ്ട്രമാകാൻ പോവുകയാണിപ്പം. ആ നിലയിലേക്ക് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുമ്പം ഇന്ത്യ അതിനെതിരായിട്ട് ചന്തി തിരിഞ്ഞ് നിന്ന് മോദിജിയെ ചീത്തം പറഞ്ഞ് കേരളം നശിക്കുക എന്തിന്? ഉദാഹരണം, ഇവിടെ 20 MP-മാരുണ്ട്. എന്തുണ്ടാക്കി പറ? ആ 20ഉം CPM-ഉം കോൺഗ്രസുമായിരുന്നു, തർക്കമില്ലല്ലോ. ആ 20 MP-മാർ പോയിട്ട് എന്ത് കിട്ടി കേരളത്തിന് പറ? വെറും ഒരു പൊതുപ്രവർത്തനം മാത്രമായി ഞാനും എൻ്റെ മകനും കൂടെ ചെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയും നഡ്ഡാജിയും കണ്ടു വന്നപ്പോൾ റബ്ബറിന് മിനിറ്റ് വെച്ച് സംവിധാനം ഏർപ്പെടുത്തി. അതായത് റബ്ബറിൻ്റെ ഈ സബ്സിഡി നിർത്തുകയായിരുന്നു. പുനരാരംഭിച്ചല്ലോ. ആവർത്തന കൃഷികളുടെ അന്നേരം ഓർഡർ ഇട്ട് കൊടുത്തു. പിന്നെ 60ഓളം ഫീൽഡ് ഓഫീസർമാരെ ഒന്നിനെ നിയമിക്കാതിരിക്കും, മുഴുവൻ നിയമിക്കാൻ ഓർഡർ ഇടുക. എൻ്റെ മിനിറ്റ് ഫയൽ വരുന്നത് ഓർഡർ മന്ത്രി പീയൂഷ് ഗോയൽ. അപ്പോൾ വേറൊരു പൊതുപ്രവർത്തകനായി ഞാൻ 2 ദിവസം കൊണ്ട് എനിക്ക് ഇത്രയും ചെയ്യാമെങ്കിൽ ഇവിടെ MP-മാർ എന്തിന് പോകുന്നു? ഇമാർ എന്തിനും സമയം മെനക്കെടുത്തുന്നു ഡൽഹിയിൽ പോയി. ഇമാരവിടെ പോയി ചുമ്മാ ആദ്യപ്രതിയോടെ പിന്നെ പോയിന്ന് ആകാശത്തിലേക്ക് മുഷ്ടി ഉരുട്ടി എറിഞ്ഞ് ഓടി കിടക്കുക. എന്ത് കിട്ടാനാണ് ഇമാർ? കേരളത്തിൽ ജനങ്ങൾ പാവങ്ങളായതുകൊണ്ടല്ലേ ഇമാർക്കിട്ടൊക്കെ അടി കൊടുക്കാത്തത്? എന്ത് നേട്ടം ഉണ്ടാക്കി ഈ 20 എണ്ണം പോയിട്ട്? എന്നാൽ മറ്റ് സംസ്ഥാനങ്ങൾ നോക്കട്ടെ, എന്തെങ്കിലും കേരളത്തിൽ ഉണ്ടാകുന്നത് അത് മോദി എന്ന് പറയുന്ന വലിയ വ്യക്തിത്വത്തിൻ്റെ മാന്യത കൊണ്ട് അങ്ങനെ കൊടുക്കുന്നത്, ഔദാര്യം പോലെ കൊടുക്കുക. ഞാൻ ഇങ്ങനെ ചോദിച്ചു, എന്താ കാര്യം? അദ്ദേഹം പറഞ്ഞ് മറ്റ് സംസ്ഥാനം കൊടുത്തതിന് ശതമാനം നോക്കിയാൽ കേരളത്തിൽ കൂടുതൽ കൊടുക്കുക. പുള്ളിയുടെ ഒരു മര്യാദ, ഒരു മനസാക്ഷി. ഇവിടെ എന്നിട്ട് ചീത്ത വിളിക്കുന്നതല്ലാതെ ഒരു വാക്ക് പോലും നല്ലത് പറയുന്നില്ലല്ലോ. രഹസ്യമായിട്ട് പോകും മുഖ്യമന്ത്രി ഇങ്ങനെ കാണാൻ മോദിയെ, എന്നിട്ട് സ്തുതിയൊക്കെ ചെല്ലും. അതുകൊണ്ട് നടക്കും. എന്നിട്ട് ഇപ്പറം പറഞ്ഞ് ചീത്തയും വിളിക്കും. അതായത് ഈ കേരളത്തിൽ ഗതി നോക്കൂ. ഇത്രയും വലിയ ആത്മഹത്യ ഉണ്ടായ ഒരു നാളുണ്ടായിട്ടുണ്ടോ? ഒരു പത്രം എടുത്ത് വായിക്കാനുള്ള പോക്സോ കേസാണ് മുഴുവൻ. പെൺകൊച്ചുകളെ നശിപ്പിച്ച കേസുകൾ മാത്രമേ കാണാനുള്ളത്. മോഷണം പെരുകിയിരിക്കുന്നു, ക്ഷേത്രമോഷണം വഴിയിരിക്കുന്നു, എന്തിനേറെ പള്ളിയിലെ വൈദികനെ വരെ തല്ലുന്ന ആയിരിക്കുന്നു. കൂടുതൽ പറയണ്ടല്ലോ. ആ നിലയിലേക്ക് റൗഡിസവും ഗുണ്ടായിസും എല്ലാം ലൊക്കരസം പോപ്പുലർ ഫ്രണ്ട്. ഞാൻ മുസ്ലിം സമുദായത്തെ മൊത്തമായി പറയുന്ന പോലെ തെറ്റിദ്ധരിക്കുന്നതുകൊണ്ട് ഞാൻ മിണ്ടാതെ കിടക്കുന്നത്. മുസ്ലിം സമൂഹം എത്ര ഭേദമാണ്. അവരെ രാജ്യത്തെ സ്നേഹിക്കുന്നത്. പക്ഷേ രാജ്യസ്നേഹം ഇല്ലാത്ത പോപ്പുലർ ഫ്രണ്ട് പോലുള്ള രാജ്യം നിരോധിച്ച സംഘടനകൾ ശക്തി പ്രാപിക്കുകയാണ്. കാരണം എന്താ? പിണറായിയുടെ പിന്തുണ. പിണറായിയുടെ മകളെ കെട്ടിയവനും ഒക്കെ ഇപ്പോൾ മുസ്ലിമായെന്നാണ് കേൾക്കുന്നത്. എനിക്കറിയില്ല എൻ്റെ സത്യം. പിണറായിയുടെ മകളെ കെട്ടിയവൻ മുസ്ലിമായിരുന്നു. അയാൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനമെന്ന് പണ്ടേ ആരോപണമുണ്ട്.
ഇപ്പൊ ഈ പിണറായി വിജയൻ മുണ്ടുകൊടുക്കുന്ന ഇപ്പൊ നടുക്ക് വെച്ച അല്ല, ഒന്നെങ്കിൽ വലത്തോട്ട് അല്ലെങ്കിൽ ഇടത്തോട്ടാണ്. മുസ്ലിം ഇടത്തോട്ടും ക്രിസ്ത്യാനിയും ഹിന്ദുക്കളും വലത്തോട്ടുമാണ്. പിണറായി വിജയൻ നടുക്കാണ് കൊടുക്കുന്നത്. കാരണം വലത്തുനിന്ന് മാറി സ്വല്പം ഇടത്തോട്ട് മുണ്ട് മാറി. ഇതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? മുസ്ലിം ആയിക്കൊണ്ടിരിക്കുക. മകളെ മുൻപ് വിട്ടു, മുസ്ലിം റിയാസ് കല്യാണമൊക്കെ കഴിച്ച് അങ്ങനായി പോപ്പുലർ ഫണ്ടുകാരൻ. പിണറായി ആ കൂട്ടത്തില. ഇവിടുത്തെ കേരളത്തിലെ എല്ലാ പോപ്പുലർ ഫണ്ടിൻ്റെയും നിരോധന സംഘടന വളർച്ചയ്ക്കും കാരണം വയ്ക്കുന്നത് പിണറായി വിജയൻ്റെ നടപടികളാണ്. NIA പോലും ആവശ്യപ്പെട്ടിട്ട് പോലും പ്രതികളെ അറസ്റ്റ് ചെയ്യാത്ത നാണംകെട്ട നടപടി വരെ പിണറായി വിജയൻ ചെയ്യാണ്. ഇത് ജനം അറിയണ്ടേ? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്ക് മനപ്രയാസമുണ്ട്. അവരെന്ത് ചെയ്യാൻ? ഇവിടുത്തെ കേരളത്തിൽ പറഞ്ഞ മാറ്റം എന്താണെന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടുത്തെ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ കുഴപ്പം. പ്രവർത്തകരെല്ലാം പാവങ്ങൾ, അവരെല്ലാം ദുഃഖിതരാണ്. ഇടതുപക്ഷത്തെ വല്ല വിലയുണ്ടോ? ചൈനീസ് പക്ഷപാതികളല്ലേ. അല്ലാതെ കേരളത്തിന് കാര്യം പറയാൻ അവരുണ്ടോ? പറ, നിങ്ങളിപ്പോൾ ഒരെണ്ണം പറ. ഇപ്പോൾ ഏത് കാര്യത്തിലാണ് അവർ നല്ലത് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ കുട്ടനാട്ടിൽ അന്ന് കൃഷി ഇറക്കാൻ വേണ്ടി ട്രാക്ടർ കൊണ്ടുവന്നു. ആ ട്രാക്ടറിനെതിരായിട്ട് ഭയങ്കര സമരം. എന്നാ കാര്യം? അവിടെ തൊഴിലില്ലെന്ന്. ഇപ്പം കുട്ടനാട് കൃഷി ചെയ്യാൻ ആളില്ല. ട്രാക്ടർ ഉണ്ടായപ്പോലും ട്രാക്ടർ മാത്രമല്ല, ഇപ്പം വിതയ്ക്കുന്ന യന്ത്രം വിതയ്ക്കുന്നത് നിർത്തിയില്ല. കൊയ്യുന്ന യന്ത്രം മാത്രമല്ല, ഈ മെതിക്കുക നെല്ല് അതൊരു ഉൾപ്പെടെ യന്ത്രങ്ങളായിപ്പോയി. മുഴുവൻ മെക്കനൈസ്ഡായി. അതൊന്നും ഈ സഹാക്കന്മാർ കാണുന്നില്ലേ? സെക്രട്ടേറിയറ്റിൽ നമ്മുടെ കമ്പ്യൂട്ടർ വെച്ചപ്പം എത്ര കമ്പ്യൂട്ടർ അടിച്ചു ചേർത്തുമാർ? ഇപ്പൊ AK സെന്റർ ഒരു 25 കമ്പ്യൂട്ടറായി ദിവസവും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് എപ്പോഴും ഒരു 25-30 ദൂരം പുറകിലാകുമാർ ഈ സഹാക്കന്മാർ, നേതാക്കന്മാർ. പാവപ്പെട്ട സഹാക്കന്മാർ അതിന് പുറകെ നടക്കുക. അവരിത് വിടണം. ഈ ചൈനീസ് പക്ഷപാതികൾ ഒന്നും അല്ലെങ്കിൽ ആലോചിക്കണ്ടേ? ഈ ചൈനക്കാരൻ കയറി ഇന്ത്യ ആക്രമിച്ചപ്പം എന്നാ EMS പറഞ്ഞു? EMS ആണല്ലോ ഇവരുടെ ദൈവതമ്പുരാൻ. ആളെന്താ പറഞ്ഞു? ചൈനയുടെ നിന്നും ഇന്ത്യയുടെ നിന്നും പറയുന്ന സ്ഥലത്ത് വേണ്ടി യുദ്ധം എന്ന് അത്ര വൃത്തിയോട് പറഞ്ഞതാണ് EMS. അങ്ങനെ ചൈനയുടെ ആളാ, പിന്നെ എങ്ങനെ ഓണം പിടിക്കും? ചൈനയുടെ ആളെ ചൈന പോയി ജീവിക്കട്ടെ, ഇന്ത്യയിൽ നിന്നോണ്ട് ഇന്ത്യക്കായിട്ട് വർത്താൻ പറയാമോ? എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതാണ് പ്രശ്നം. ശ്രീ PC ജോർജിനെ ഇപ്പോൾ BJP-യിലേക്ക് അടുപ്പിച്ചിരിക്കുന്ന സ്ഥിതിക്ക് എന്താണ് BJP ലക്ഷ്യമിടുന്നത്? BJP അങ്ങനെ ലക്ഷ്യമിടുന്നത് BJP ചേരാൻ ആഗ്രഹിക്കുന്ന അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാവുന്നവരാണ് അവരെടുക്കും. കൊള്ളാവുന്നവരായി ഞാനും തോന്നുന്നുണ്ട് അവരെന്നെ എടുത്തു, അത്രേ ഉള്ളൂ. ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ അവര്. അത് അവർ ഈ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ഒന്നും എല്ലാ ന്യൂനപക്ഷങ്ങളെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകാനാണ് BJP-യുടെ ദേശീയ നേതൃത്വത്തിന്റെ ആഗ്രഹം. പ്രധാനമന്ത്രി ചിന്തിക്കുന്ന പ്രസംഗത്തിൽ അദ്ദേഹം അതാണല്ലോ പറഞ്ഞത്. അതെ, പക്ഷേ PC ജോർജിലേക്ക് വരുന്ന സമയത്ത് ഒരുപക്ഷെ പത്തനംതിട്ടയിലും അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലും ഒക്കെ തന്നെ PC-യുടെ ഒരു സ്വാധീനം അവർ മനസ്സിലാക്കി. അല്ല, എനിക്ക് 14 ജില്ലാ കമ്മിറ്റി ഉണ്ടായിരുന്നു. ഇന്ന് 10 മണി വരെ എനിക്ക് 14 ജില്ലാ കമ്മിറ്റി ഉണ്ടായിരുന്നു. എല്ലാ 10 മണിയായി പിരിച്ചുവിട്ട് എല്ലാം BJP ആയിപ്പോയി. ഇനിയിപ്പം എൻ്റെ പാർട്ടിയുടെ പേര് പഴയ പേര് ഞാൻ ഇനി പറയില്ല, പറയുന്നത് ശരിയില്ല. ഇല്ല, പക്ഷെ ആ സ്വാധീനം മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ BJP താങ്കളെ കൂടുതൽ ചേർത്ത് നിർത്തും. അത് അല്ല, പിന്നെ ആർക്കും വേണ്ടാത്തതിനെ പിന്നെ അവർക്ക് ആവശ്യമുണ്ടോ? സ്വാഭാവികമായിട്ട് എനിക്ക് എന്നെപ്പറ്റി അവർ അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ എന്നോട് ഇത്ര മാന്യമായി പെരുമാറുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ആ ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ വോട്ട് സമാഹരിക്കാൻ സാധിക്കുമോ? 100%, 100, യാതൊരു സംശയമുണ്ട്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പം ഈ ഒറ്റ ഉദാഹരണം പറയാം. നമ്മുടെ ഇസ്രായേൽ കയറി ഹമാസ് ആക്രമണം നടത്തി. തർക്കമൊന്നും ഇല്ലുണ്ടോ? ഡ്രൈവിന് തർക്കമുണ്ട്. 1300 പാവങ്ങളെ വെട്ടിക്കൊന്നു. ബലാത്സംഗം ചെയ്ത് എത്ര പെൺകുട്ടികളെ, ഇസ്രായേലീസിനെ എത്ര കുഞ്ഞുങ്ങളെ കൊന്നു? ഗർഭിണിയുടെ വയറ് കുഞ്ഞുങ്ങളെ കൊന്നു. എത്ര ഭീകരമായിട്ട് 1300 എണ്ണത്തിനെ കൊന്നു. ഇസ്രായേലാ തിരിച്ചടി കൊടുക്കുന്നുള്ള അറിയണ്ടേ? പൊട്ടന്മാര് തുടങ്ങി. ഇപ്പം 30,000 എണ്ണത്തിനെ തീർത്തവിടെ, മനസ്സിലായില്ലേ? അപ്പൊ കരച്ചിലാണ്, എന്ത് വലിയ കരച്ചില. അതെന്തിനാ കരയുന്നേ? കൊടുത്തിട്ടില്ലേ തിരിച്ചു മേടിക്കുന്നത്. ഇവിടെ നേരത്തെ ഈ ഹമാസിട്ട് ഇസ്രായേൽ തിരിച്ച് ആക്രമിക്കാൻ തുടങ്ങിയപ്പം പിണറായി വിജയന്റെ പ്രസ്താവന എന്നതാ? പാവപ്പെട്ട പലസ്തീൻ ജീവിക്കാൻ വേണ്ടി പോരാടുന്ന പലസ്തീൻ ജനതയെ ഇസ്രായേൽ ആക്രമിച്ചു. ഹമാസ് ഏറ്റവും മാന്യന്മാരാന്ന് പറഞ്ഞാണ് പിണറായി. ഇനി യോഗം വെച്ചു, ഭയങ്കര പബ്ലിക് മീറ്റിംഗ്. ഇസ്രായേലിനെ ആക്രമിക്കും, ഇസ്രായേലിനെ തകർക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ചിരി വന്നു. ഇവിടെ കിടന്ന് കേരളത്തിൽ കിടന്ന് ഈ ശുംഭന്മാർ പറയുന്ന പോലെ ഇസ്രായേലിനെ വധിക്കുമോ? ബോധം വേണ്ട ഇവരൊക്കെ. വിവരക്കേട് കാണിക്കുന്നത്. അന്നേരം ഞാൻ വിചാരിച്ച് ഇടതുപക്ഷം വിവരക്കേട് കാണിച്ചാണല്ലോ. പിറ്റേ ആഴ്ച നോക്കിയപ്പോൾ കോൺഗ്രസും അതെ പലസ്തീൻ ഐക്യദാർഢ്യം മീറ്റിംഗ് ആളെ സംഘടിപ്പിച്ചു.
പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ കൊണ്ട് സിന്ദാബാദ് വെച്ച് അവിടെ കൊണ്ട് ഇസ്രായേലിനെ തെറി പറഞ്ഞ് എന്നാ കിട്ടും? എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്താ പറഞ്ഞു? അതാണ് കേട്ട് പഠിക്കേണ്ട ഒരു കാര്യം. ഇന്ത്യൻ പ്രധാനമന്ത്രി യുദ്ധം ആരംഭിച്ചത് പറഞ്ഞു, ഹമാസ് കടന്നു കയറി തെറ്റായിപ്പോയി, കയ്യേറ്റക്കാരാണ് അവർ, തെറ്റാണ്, കുറ്റകരമായ കാര്യമാണ് അവർ ഭാഗത്തുണ്ടായത്. പക്ഷേ പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിൽക്കുന്നതിനെയാണ് ഇന്ത്യ സ്വാഗതം ചെയ്യുന്നത്. എത്ര കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്, അതല്ലേ ശരി? പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിൽക്കണം എന്നാണ് ലോകത്തുള്ള എല്ലാവരുടെയും ആഗ്രഹം. ഇസ്രായേലിന് അതിന് തർക്കമില്ല. പക്ഷേ ഇസ്രായേലിലെ ഇനി അവന്മാരായി അവിടെ കിടന്നു ആക്രമിക്കുന്ന പേടിയുള്ളവർ തിരിച്ചു കൊടുക്കുന്നുള്ളൂ. മനസ്സിലായില്ലേ? സമാധാനം പറഞ്ഞാൽ അവരും സമ്മതിക്കും. അതല്ലേ എൻ്റെ മര്യാദ. മാർപ്പാപ്പ എന്നാ പറഞ്ഞ്, കത്തോലിക്ക ഏറ്റവും വലിയ ക്രിസ്ത്യാനി ഏറ്റവും വലിയ ഒരു നേതാക്കന്മാർ ഒരാളാണല്ലോ മാർപ്പാപ്പ. മാർപ്പാപ്പായും ഇപ്പോൾ മോദിജി പറഞ്ഞ അതേ വാക്കാ പറഞ്ഞു എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ശരിയാ പറയുന്നു എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഇവിടെ പിണറായി വിജയൻ ആദ്യം പറഞ്ഞു ഈ ഇസ്രായേൽ പ്രശ്നം പറഞ്ഞു. അതിനകത്തും അയാളുടെ മനസ്സിൽ മുസ്ലിം പ്രീണനമാണ്. ഹമാസിന് അനുകൂലമായിട്ട് മുസ്ലിങ്ങളെ കിട്ടും എന്നാണ് അയാളുടെ വിചാരം. അപ്പോൾ മുസ്ലിം എങ്ങനെ പിണറായി തന്നെ കൊണ്ടുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് വേണമെന്നും പറഞ്ഞാണ് കോൺഗ്രസ്സുകാരൻ ഇസ്രായേൽ വിരുദ്ധ സമ്മേളനം നടത്തുന്നത്. രണ്ടും മുസ്ലിം പ്രീണനം ഉദ്ദേശിക്കുന്നത്. ആ പ്രീണനം ഇവിടുത്തെ ന്യൂനപക്ഷം, ഏറ്റവും ന്യൂനപക്ഷം ക്രിസ്ത്യാനി അല്ലെങ്കിൽ നമ്മുടെ വിശ്വകർമ്മജർ, അതുപോലെ ഇവിടുത്തെ ഹൈന്ദവ സമൂഹം, SNDP NSS ഉൾപ്പെടെ സമൂഹം, അവരെ ഒന്നും വേണ്ടവർക്ക് വേണ്ടത് ഹമാസിനെ മാത്രമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കുന്നത്? ഇവിടെ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഉണ്ടാവണമെന്ന് എൻ്റെ അഭിപ്രായം. ഇല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. മോദിജി ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലായിരുന്നു ഇതിനു മുമ്പ് തന്നെ കേരളത്തിൽ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും വീട് കയറി ആക്രമിച്ചതല്ലോ, സംശയമായിട്ടല്ലോ. ശരിയാണ് പോക്ക്. അപ്പോൾ ഏതായാലും യോജിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതെന്ന് ക്രിസ്ത്യാനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഹിന്ദു നേരത്തെ അറിയാം. ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ പിണറായി എന്നെ 4 പ്രാവശ്യം പിടിച്ചുകൊണ്ട് പോലീസിനെ കൊണ്ട്. ആ പോയപ്പോഴെല്ലാം എന്നെ സഹായിക്കാൻ ഓടിയെത്തത് RSകാരാണ്. അതാ സ്നേഹം കൊണ്ടാണ് ഇത് പറയുന്നത്. പിതാവ് നമ്മുടെ വള്ളയാട്ട് പിതാവിനെ ചീത്ത പറയാൻ വേണ്ടി പോപ്പുലർ ഫ്രണ്ട് SDP എല്ലാം കൂടെ ആയിരക്കണക്കിന് 12,000 പേര് കൂടി ഈ RSകാരെ കോൺഗ്രസും സഹായിച്ചിട്ടുണ്ടെന്നാണല്ലോ മുമ്പേക്ക് സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. അത് അയക്കുന്നു. അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ആ കടങ്ങാട് പിതാവിനെ രക്ഷിക്കാൻ വന്ന RSകാരാണ്. RSന്റെ പട അവിടെ ഇറങ്ങിയപ്പോഴാണ് ഇവന്മാർ പേട്ടയ്ക്ക് തിരിച്ചു പോയി. മനസ്സിലായില്ലേ? അപ്പോൾ അവരെ എപ്പോഴും ന്യൂനപക്ഷം എന്നതിലും ക്രിസ്ത്യൻ സമൂഹത്തെ സംരക്ഷിക്കാൻ എപ്പോഴും ഇറങ്ങാറുണ്ട്. അവരോട് ആ സ്നേഹത്തിൽ പോകുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ വിശ്വകർമ്മജർ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരു വിഭാഗം വിശ്വകർമ്മജർ. അവരുടെ വേദന കാണണ്ടേ? അവരെ സഹായിക്കാൻ ആരുമില്ല. ന്യൂനപക്ഷം എന്ന് പറയും, പിന്നോക്കം എന്ന് പറയും, വല്ല കിട്ടുന്നുണ്ടോ? ഒക്കെ നമുക്ക് ആലോചിക്കേണ്ട പ്രശ്നമാണ്. ഇവിടെ പോട്ടെ, വല്ല കൂടുതൽ പറഞ്ഞാൽ വർഗീയതയായിട്ട് തോന്നി. ഞാൻ വർഗീയമായി ചിന്തിക്കുന്നില്ല. ഈ ഒരു വർഷത്തിന് മുമ്പ് ബിഷപ്പ് പാംപ്ലാനി പറയുകയുണ്ടായല്ലോ, റബ്ബറിന് 300 രൂപ വില തരൂ, ഞങ്ങൾ നിങ്ങൾക്കൊരു MBA തരാം. ആ പ്രസ്താവനയ്ക്ക് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രസക്തി ഏറുമോ? ഇതിലൊന്നും കാര്യമില്ലെന്ന്. പിതാവ് ഒരു എക്സാഗറേഷൻ എന്ന് പറഞ്ഞാൽ 300 രൂപ എന്ന് പറഞ്ഞു, 140 രൂപ വിലയുള്ളപ്പോൾ 300 രൂപ കിട്ടുകയെന്ന് അദ്ദേഹത്തിന് അറിയാം. പിന്നെ ഒരു വർത്തമാനം പുള്ളിയൊക്കെ പറഞ്ഞു എന്നുള്ളൂ. അത് കർഷക മനസ്സാണ് അദ്ദേഹത്തിന്, പാംപ്ലാനി പിതാവിൻ്റെ. അദ്ദേഹത്തിൻ്റെ മനസ്സ് കർഷക മനസ്സാണ്. ആ കർഷക മനസ്സ് വെച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ഇടമായി പറഞ്ഞു എന്നുള്ളൂ. പക്ഷേ ഒരു 200 രൂപ റബ്ബറിന് വില കിട്ടിയാൽ പിടിച്ചു നിൽക്കാം. ഒരു 250 രൂപ വില കിട്ടിയാൽ മാന്യമായി റബ്ബർ കർഷകർ ജീവിക്കാൻ പറ്റും. അല്ല 300 ഒന്നും വേണ്ട, 250 രൂപ കിട്ടിയാൽ മതി. അതെങ്കിലും കിട്ടിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ നോക്കുന്നത്. ശ്രീ PC ജോർജ് നിന്ന മുന്നണി ഇപ്പോഴേ ഈ ലീഗിന്റെ മുമ്പിൽ നട്ടല് വളച്ച് നിൽക്കുകയാണ്. ഏത് കോൺഗ്രസ്? അത് കോൺഗ്രസ് എല്ലായിടത്തും നട്ടല് വളച്ചാണ് നിൽക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ പ്രീണനം നടത്തിയത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തന്നെയാണല്ലോ. ഇപ്പൊ നമ്മൾ 3ാം ലോക്സഭാ സീറ്റ് കേൾക്കുന്നത്, അതിനു മുമ്പ് നമ്മൾ 5ാം മന്ത്രി കേട്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ NSS ഒക്കെ ഈ കോൺഗ്രസിൽ നിന്ന് അകന്നിരിക്കുകയാണ്. അത് ഇനി കൂടുതലായിട്ടും അകലാൻ ഇടയാക്കുകയല്ലേ? ഞാൻ പറയട്ടെ, ഇവിടുത്തെ മുസ്ലിം രാഷ്ട്രീയത്തിന് പൂർണ്ണമായി അടുപ്പെടുന്ന നിലയിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറിക്കഴിഞ്ഞു. ഇത് രണ്ടും ഒരുമിച്ചാണ്. ഇത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇടയാകും. ഇപ്പോൾ ലീഗിന് മലപ്പുറം ജില്ല ചോദിച്ചു, അന്നേരം ആരാ കൊടുത്ത്? EMS കൊടുത്ത് മലപ്പുറം ജില്ല. ഇപ്പം ഇത് ഒരു സീറ്റ് ഉണ്ടായിരുന്നു, 2ആയി, 2 ഇപ്പം 3 ആക്കണമെന്നും പറഞ്ഞു. 3 ആക്കണമെന്ന് പറഞ്ഞ് അവസാനം രാജ്യസഭ കൊടുക്കാമെന്ന് പറഞ്ഞു. ആരുടെയാ രാജ്യസഭ സീറ്റ് കൊടുക്കുന്നത് ആലോചിച്ച്? അതായത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് കൊടുക്കാമെന്ന് പറഞ്ഞ രാജ്യസഭ. 3 ഒഴിയുന്നത്. അതിൽ ഒരെണ്ണം
കോൺഗ്രസിൻ്റെയാണ്. ആ കോൺഗ്രസിന് ആ സീറ്റ് രാജ്യസഭ കൊടുത്തേക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ലീഗ് കുഴിക്കാവുന്ന പോലെ കുഴിക്കുന്നുണ്ട്. CPM നിന്നും കുഴിക്കും, ഇവിടെ UDP നിന്നും കുഴിക്കും. രണ്ട് മുന്നണിയിൽ നിന്നും കുഴിക്കാവുന്ന കുഴിച്ച് മുസ്ലിം എന്നതിൽ രണ്ടിടത്തും മാറി മാറി എന്ന് ലാഭം ഉണ്ടാക്കുകയാണ് അവർ. അത് അവിടെ രാഷ്ട്രീയം. എനിക്ക് അതിനെപ്പറ്റി അഭിപ്രായമാകുന്നു. ഈ 2014 മുതൽ BJP ദേശീയ നേതൃത്വം തന്നെ വളരെയധികം കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലൊരു അക്കൗണ്ട് തുറക്കാനായിട്ട്. ഇതിനകത്ത് പലപ്പോഴും കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് കേരള BJPയിൽ പലപ്പോഴും ഇതിനെ തകർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 2014 നിന്ന് 2019 എത്തുമ്പോൾ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. 24 എത്തുമ്പോൾ കേന്ദ്ര നേതൃത്വം തന്നെ നേരിട്ടിടപെടുകയാണ്. 6 സീറ്റാണ് പ്രധാനമായിട്ടും നോട്ടമിട്ടിരിക്കുന്നത്. അതിൽ അതിപ്രധാനമായിട്ടുള്ളതാണ് തിരുവനന്തപുരം, തൃശ്ശൂർ. പിടിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പൂർണ്ണമായിട്ടൊന്നും പറയുന്നില്ലെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ BJPക്ക് ഇപ്പം BJP ഇതിനു മുമ്പ് മത്സരം ഉണ്ടാകുമ്പോൾ LDP കൂടി ഒരുമിച്ച് നിന്ന് BJP കൊല്ലുകയല്ലേ. BJP എന്നല്ല, വേറൊരു കക്ഷി വളരാതിരിക്കാൻ വേണ്ടി ഇവരെല്ലാം കൂട്ടുകക്ഷി കൂട്ട് കച്ചവടമല്ലേ. കഴിഞ്ഞ ദിവസം എന്തെങ്കിലും ന്യൂസോട് ജയിക്കേണ്ടതല്ലേ. അവിടെ ലീഗിന് വോട്ട് ചെയ്ത് CPM, മനസ്സിലാവും. അതാണ് അവരുടെ മുന്നണി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. ലീഗിന് വേണേൽ ചെയ്യും, UDP വേണേൽ ചെയ്യും, LDP വേണേൽ ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെയ്താലും BJP തോൽപ്പിക്കുകയാണ്. ഇനി അങ്ങനെ നോക്കാൻ സൗകര്യമില്ല എന്ന തീരുമാനമുള്ളത്. ഈ പാർലമെന്റ് ഇലക്ഷൻ ചുരുങ്ങിയത് 5 സീറ്റിൽ കുറയില്ല BJPക്ക്, ഒരു സംശയമുണ്ട്. തൃശ്ശൂര് ഇപ്പൊ BJPയുടെ ഒരു സംസ്ഥാനത്തെ ഒരു രാഷ്ട്രീയ തലസ്ഥാനമാക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പൊ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരിലെ ഈ ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കുന്നതിൽ ശ്രീ PC എന്ത് പങ്ക് വഹിക്കും? അതൊന്നും പറയാറായില്ല. അവിടെ വരട്ടെ, സ്ഥാനാർത്ഥി ആരാന്ന് പ്രഖ്യാപിക്കട്ടെ. തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി ഏറെക്കാലം മുതൽ തന്നെ ചില മാറമ്പലൊന്നുമില്ല. അതൊക്കെ BJPയുടെ ദേശീയ നേതൃത്വം ഇന്നയാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അയാൾ ആരാണല്ലോ അയാൾക്ക് വേണ്ടി അയാളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ഞാൻ ആത്മാർത്ഥമായിട്ട് സഹായിക്കും, സംശയമുണ്ട്. ഇതേപോലെ തന്നെ ക്രൈസ്തവരുള്ള ഒരു മണ്ഡലമാണ് അയ്യപ്പന്റെ നാടായ പത്തനംതിട്ട മണ്ഡലവും. അവിടെ ശ്രീ PCക്ക് വലിയ ബന്ധം ഉണ്ടായിരിക്കാം, പക്ഷെ അത് മുഴുവൻ വോട്ടായി മാറ്റും. ഞാൻ നിൽക്കുന്നെങ്കിൽ വോട്ടായിട്ട് മാറ്റും, അതിന് സംശയമൊന്നും വേണ്ട. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയത്തില്ല, ഞാനിപ്പോ എങ്ങനെ പറയുന്നത്. അല്ല, PC നിൽക്കുന്നില്ല, വേറൊരാളാണ് നിൽക്കുന്നതെങ്കിൽ ശ്രീധരൻപിള്ളയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ PCയുടെ മകനാണ് നിൽക്കുന്നത്. എന്ത് പാകുമ്പോൾ ശ്രീധരൻപിള്ള പിടിക്കും? അങ്ങനെ ഇന്നലെ എന്നോട് പറഞ്ഞു, എൻ്റെ പേര് ചുമ്മാ മര്യാദ കേട്ട് പറയുക, ഉദ്ധരിക്കല്ലേ, എനിക്ക് നിൽക്കാൻ പറ്റുകയുള്ളൂ. ചുമ്മാ വൃത്തി പറഞ്ഞുണ്ടാക്കില്ലേ. അല്ല, PCയുടെ മകനാണ് നിൽക്കുന്നത്. അപ്പം PCയോർ എല്ലാം മകൻ നിന്നാ മതിയില്ലേ? അതിനാ PCയോറിന് തന്നെ ഇത്ര കുഴപ്പം? നീ മനസ്സിലായില്ല. പലരെ പറഞ്ഞിട്ട് ഒരുത്തരം ശരിയാകുന്നില്ല. അവസാനം എൻ്റെ മകനെയൊക്കെ തന്നെ പിടിച്ചില്ലേ. ഒരാകാശത്ത് 2 ചന്ദ്രന്മാർ വേണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ. പിന്നെ എന്നെ വർത്താനം പറയുന്നത് അതിപ്പോ. അപ്പൊ ഞാൻ വരുന്ന കുഴപ്പമില്ല. അപ്പൊ കുഴപ്പമാണ് ഞാൻ വന്നാൽ ആ ഏറ്റുമാരോടൊക്കെ പറഞ്ഞു തരാം, ഞാൻ വരും, ഞാൻ കാണിച്ചു തരാം ഇവനെയൊക്കെ. ഈ കൊള്ളയും കള്ളത്തരവും ഒക്കെ ആയിട്ട് രാജ്യത്ത് നടക്കുക എല്ലാവരും കൂടെ. രണ്ട് മനുഷ്യൻ പോലും കൂട്ടത്തില്ലാത്ത നേതാവെന്ന് നിന്നക്കരുന്നുള്ള കച്ചവടമൊന്നും ഞാൻ വന്നാൽ ചിലവാകില്ല. ഉള്ളവരെ പറഞ്ഞിട്ടുള്ള പിന്തുണ മതിയിരിക്കും. ഞാൻ ആരുടെയും അടിച്ചാൽ കയറണമല്ല, ആരുടെയും ഇരുന്ന് കിടക്കുന്നതുമല്ല. ഞാൻ എൻ്റെ വ്യക്തിത്വം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ BJP ചേർന്ന് BJPയുടെ നേതൃത്വം പറയുന്നത് എന്തോ അതിനനുകൂലമായിട്ട് ഞാൻ പ്രവർത്തിക്കും, സംശയം വേണ്ട. പക്ഷേ ഈ എന്നോടുള്ള വ്യക്തിവിരോധമായിട്ട് എവരെങ്കിലും ഇറങ്ങി അവരെ പോടാന്ന് പറയും, മൈൻഡ് ചെയ്യലേ, ഒരു സംശയം വേണ്ട. ഈ 2019 ശബരിമല യുവതീ പ്രവേശ വിഷയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ മുഴുവൻ പിണറായി വിരുദ്ധ തരംഗമുണ്ട്. ആ തരംഗം കോൺഗ്രസിന് അനുകൂലമായി മാറുമോ അതോ BJPക്ക് അനുകൂലമായിട്ട് മാറുമോ എന്നുള്ളതാണ് അറിയുന്നത്. പിണറായിക്കെതിരായിട്ട് ജനങ്ങളുടെ ചിന്ത എങ്ങനെ കോൺഗ്രസിലേക്ക് പോകും? കോൺഗ്രസ് പിണറായി ഒന്നല്ലേ? പിന്നെ പിണറായി വിരുദ്ധന്മാരെല്ലാം കോൺഗ്രസ് പോയിട്ട് തന്നെ പിണറായി എടുത്ത് നിൽക്കല്ലേ ഇതിനും ഭേദം. ആ തിരിയുന്ന കൂട്ടുകൾ മുഴുവൻ BJPയിലേക്ക് ഒരു സംശയം വേണ്ട. ശബരിമല ഇഷ്യൂ ഒന്നും വലിയ വിലയില്ല. ആ ശബരിമല പെണ്ണുങ്ങളെ കയറ്റാൻ ഇന്ന് വരെ സമാധാനം ഉണ്ടായിട്ടുള്ളൂ കേരളത്തിൽ. ഐശ്വര്യമില്ല. പിണറായി വിജയൻ ചേട്ടൻ ഉറങ്ങാൻ പറ്റില്ല ജോലി. ഇപ്പൊ എത്ര കേസ് പ്രതിയാകാൻ പോകുന്നത്? മകള് കൊള്ളയടിക്കുന്നു, അപ്പം കൊള്ളയടിക്കുന്നു, കോടാനുകോടി രൂപ മോട്ടിക്കുന്നു, സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു. ഇതൊക്കെ ഒരു മുഖ്യമന്ത്രിയാന്ന് ഓർത്തോണം. ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ വരും. ജയിലിൽ ഉണ്ട്, ഇടയുണ്ട്. നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ പിണറായിക്ക് മകം കിടക്കേണ്ട ഇടയൊക്കെ ഉണ്ട്, പേടിക്കണ്ട. അകത്താകുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ സംശയം എന്താ? ഒരു സംശയം വേണ്ട. ജനത്തിന്റെ ഒരു സംശയം ഇപ്പോഴേ, എന്റെ ചോദ്യമല്ല, ജനത്തിൻ്റെയാണ്. BJPയും
ഇവിടുത്തെ CPM-കാരും തമ്മിൽ ചില ധാരണകളുണ്ട്, നീക്കുപോക്കുണ്ട്. ഇതിന്റെ ഫലമായിട്ട് കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കും. ഞങ്ങളൊന്നും ഒരുത്തൻ്റെ ഔദാര്യം വേണ്ട, ഒരു CPM-ന്റെ ഔദാര്യം വേണ്ട, പിണറായിയുടെ ഒരു ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട. മിനിമം 5 സീറ്റ് ഞങ്ങൾ പിടിച്ചോളാം. ഒരു പിണറായിയുടെ ഒരു കുന്തം വേണ്ട ഞങ്ങൾക്ക്. അവനെ പിടിച്ച് അകത്തിടണം. വള്ളൻ, മോഷ്ടാവ്, പിടിച്ചുപറിക്കാരൻ, അവൻ്റെ പിന്തുണ നോക്കാൻ നടക്കുന്നു. ഇപ്പം JJP ജയിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം പിന്തുണ കൊണ്ട് വരികയാണ്. അതായത് മോഡിയെ കാണുമ്പോൾ കുമ്പിട്ട് നിൽക്കുന്നതാണ്. അത് കഴിയുമ്പോൾ മോഡിയെ ചീച്ചം വിളിക്കും. ആ 2 കച്ചവടക്കാരനൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഈ പിണറായിക്ക് ഇത്രയും ഒരു വിരുദ്ധ തരംഗം ഇവിടെ കേരളത്തിൽ നിൽക്കുമ്പോഴും ഈ 15 സീറ്റുകളിൽ CPM 15 സീറ്റിലാണ് മത്സരിക്കുന്നത്. 15 അതിൽ നമുക്കറിയാം ശൈലജ ടീച്ചറെ അല്പം ജനകീയ ഒരു പിന്തുണയുണ്ട്. അതുപോലെ തന്നെ രാധാകൃഷ്ണൻ. ഇവർക്കും ആ ഒരു ഭരണവിരുദ്ധ വികാരം, അതായത് പിണറായി വിരുദ്ധ തരംഗം അവരിലേക്കും കൂടി ഉണ്ടാകുമോ? എന്താ സംശയം? അത് മനസ്സിലായില്ലേ? പിണറായി തീരെ പോടണമെന്നല്ല. അയാളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഈ ആഗ്രഹം, അയാൾ 10 കൊല്ലമാവില്ല ഇപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. മോഡിക്കാവുന്നതെല്ലാം പഠിച്ച് മടുത്തു. ഇനി മകളെ കെട്ടിയെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കുക, അതാണ് ഉദ്ദേശം. പള്ളിക്കൂടത്ത് പോയിട്ടില്ലാത്തതാണ് നമുക്കറിയാം. അയാൾ പഞ്ചായത്തിൽ നിന്ന് തോറ്റു, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തോറ്റു, നിയമസഭയിൽ നിന്ന് തോറ്റു, പാർലമെന്റിൽ നിന്ന് തോറ്റു. അയാളെയാണ് പിന്നെ രണ്ടാമത് പിണറായി വിജയൻ ഒരു സീറ്റിൽ നിന്ന് ജയിപ്പിച്ചു കൊണ്ട് മന്ത്രിയാക്കി വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? മകളെ കെട്ടിച്ച്. ഇതൊരു കച്ചവടമാണ്, മനസ്സിലായില്ലേ? ആ കച്ചവടത്തിൻ്റെ ഭാഗമായി ഈ പോപ്പുലർ ഒക്കെ. ഇപ്പം എന്താ ഇപ്പം പിണറായി കഴിഞ്ഞാൽ ആര് മുഖ്യമന്ത്രി എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ശൈലജ ടീച്ചറാണ്. അവരെ തീർത്തു പാർലമെന്റിൽ. ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരില്ലല്ലോ. മുതിർന്ന നേതാക്കളെ എല്ലാം മാറ്റിയില്ല. അതുപോലെ രാധാകൃഷ്ണൻ കേരളത്തിന് അടുത്ത് മുഖ്യമന്ത്രി. ജനം പട്ടികജാതിക്കാർ കൂടെ തുടങ്ങണം. ഇത്രയും അഴിമതി സച്ചെന്ന ഒരു മന്ത്രി കണ്ടു. എല്ലാവരും ആരൊക്കെ പറഞ്ഞ അയാൾ മുഖ്യമന്ത്രി ആവുന്നു. അയാളെയും സൂക്കട് തീർത്തോട് വിട്ടിരിക്കുക പാർലമെന്റിലേക്ക്. ഇത് പിന്നെ വേറൊരാൾ CPM-ൽ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടൊരു ഐസക്ക് ഒരു കാരണവശാലും ജയിക്കാമെന്ന് ബോധ്യമുള്ള പത്തനംതിട്ട കൊണ്ടുപോയിട്ടിരിക്കുക. പിണറായി സൂക്കടാ. ഇത് മനഃപൂർവ്വം ചെയ്യുന്ന സ്വന്തം മകളെ കെട്ടിയാനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി കളിക്കുന്ന ഒരു കളിയുടെ ഭാഗമാണ്. സംശയം വേണ്ട. അപ്പം പുതിയൊരു അംഗത്തിനാണ് ശ്രീ PC തുടക്കം കുറിക്കുന്നത്. അറിയത്തില്ല, അംഗം തന്നെ. ഇത് വേണോ വേണ്ടോ എന്നുള്ള പാർട്ടി നേതൃത്വം പറയുന്ന പോലെ ചെയ്യുന്നുള്ളൂ. എനിക്കല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. സത്യം പറഞ്ഞ് നിൽക്കാൻ പറയാൻ നിൽക്കും. ഞാൻ ആരോടും സീറ്റ് ചോദിച്ചിട്ടില്ല. നിൽക്കണം നിർബന്ധം പറയല്ലോ. പിന്നെ അല്ല, സീറ്റ് വരിക പോവുക എന്നൊക്കെ പറയുന്നത് അതൊരു നിയോഗമാണ്. അത്ര